കൗതുകം ലേശം കൂടിപ്പോയി. പാത്രം ചൂടാവുന്ന മുമ്പ് തന്നെ മുട്ട ഒഴിച്ച് അതിലിട്ടു. ഹായ് ഫ്രണ്ട്സ്, മെനിൻ ഗാരേജിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ഗ്യാസ് ആണ്. പെട്രോളും വെള്ളവും ഉപയോഗിച്ച് എങ്ങനെ ഗ്യാസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന 2 കാലി ബോട്ടിലാണ്, പിന്നെ വാട്ടർ ലെവൽ പൈപ്പ്. ആദ്യം നമ്മൾ ഈ ബോട്ടിലിനകത്ത് കാൽഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മറ്റേ ബോട്ടിലിലും കാൽഭാഗം പെട്രോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും കാൽ ഭാഗം. ഈ ബോട്ടിലിന് മൂടിയിൽ 2 ഹോൾസ് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഈ വാട്ടർ ലെവൽ പൈപ്പ് ഇതിനകത്ത് കൂടി നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇടുന്നത്. ഇത് നമ്മൾ അക്യൂറത്തിൽ ബബിൾസ് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. ഇതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ മോട്ടറിൽ നിന്ന് എടുത്ത ഒരു പൈപ്പ് നമ്മൾ ഒരു സൈഡേ കൂടി അകത്തിട്ട്, പിന്നെ ഒരു വാട്ടർ ലെവൽ പൈപ്പ് കൂടി അപ്പുറത്തെ ഹോൾസ് കൂടി അകത്തിടുകയാണ് ഈ മൂടിയുടെ. ഇനി ഈ പൈപ്പ് നമ്മൾ എടുത്തിട്ട് പെട്രോളിൻ്റെ ബോട്ടിലിൽ ഇടുകയാണ് ഈ മൂടി. അപ്പോൾ മോട്ടറിൻ്റെ സൈഡിൽ നിന്ന് വന്നത് ഈ പെട്രോളിന് ടച്ച് ചെയ്തിട്ടും മറ്റേത് ടച്ച് ചെയ്യാണ്ട് കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പൈപ്പ് എടുത്തിട്ടുള്ളത്. ഇനി പെട്രോളിൻ്റെ ഇപ്പുറത്തെ എടുത്ത പൈപ്പ് നമ്മൾ മറ്റേ ബോട്ടിലിൻ്റെ മൂടി കൂടി ഇട്ട്, ഇനി അപ്പുറത്തെ മൂടിയുടെ ഹോൾസിൽ വേറൊരു പൈപ്പ് കൂടി ഇടുന്നുണ്ട്. അപ്പുറത്തെ പെട്രോളിന് ടച്ച് ആവാതെ വന്നത് വെള്ളത്തിൽ ടച്ച് ചെയ്യണം പൈപ്പ്. ഇനി അപ്പുറത്തെ സൈഡ് കൂടി എടുത്ത പൈപ്പ് വെള്ളത്തിൽ ടച്ച് ആവാണ്ട് പുറത്തെടുക്കണം. എന്നിട്ട് മൂടി നന്നായിട്ട് മൂടണം. എന്നിട്ട് ബോട്ടിലിൻ്റെ മൂടിക്ക് ചുറ്റും ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഗ്യാപ്പ് കിടക്കേണ്ടതാണ്. ഇപ്പോൾ ഗ്യാസ് റെഡിയായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്കൊരു സ്റ്റൗ റെഡിയാക്കണം. അതിന് ഇതേപോലെ ഒരു ടിന്നെടുത്ത് അത് അടിഭാഗത്ത് ആണി കൊണ്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്യാണ്. ഇനി ഗ്യാസ് അകത്ത് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ നമുക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലും തകരം വെച്ച് അടക്കേണ്ടതുണ്ട്. ഇനി ഈ ഗ്യാപ്പിലൊന്നും നമ്മൾ ഗ്യാസ് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഗ്ലൂ ഗണ്ണ് കൊണ്ട് അടക്കുകയാണ്. ഇനി ഇതേപോലെ ഒരു ബോക്സ് എടുത്ത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഈ ടിന്നിൻ്റെ ആകൃതിയിൽ റൗണ്ടിലൊരു വൃത്തം വരച്ച് കൊടുക്കുകയാണ്. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്യാസ് വന്ന ഭാഗത്തെ പൈപ്പ് നേരത്തെ ഇട്ട് കൊടുത്ത ഹോൾസ് കൂടിയിട്ട് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ശരിക്കും ഫില്ല് ചെയ്യുകയാണ്, ഗ്യാസ് വെളിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ നേരത്തെ വെട്ടിമാറ്റിയ ആ ഹോൾസിൽ കൂടി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പൈപ്പ് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചു. നമുക്കിതൊന്ന് കത്തുന്നുണ്ടോ നോക്കാം. അതിനുവേണ്ടി നമ്മൾ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലഗ് കുത്തുന്നത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലെന്തെങ്കിലും കുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇതുകൂടി ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റൗവിൻ്റെ കവറൊക്കെ വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിലൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു ഓംപ്ലേറ്റ് ഇടാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഒരിക്കലും ഇത് കുട്ടികളൊന്നും അനുകരിക്കരുത്, കാരണം അടുത്ത് പെട്രോളും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ തീ കത്തുന്ന സമയത്ത് അതിൽ ആളി കത്തിയാൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കൗതുകം ലേശം കൂടിപ്പോയി. പാത്രം ചൂടാവുന്ന മുമ്പ് തന്നെ മുട്ട ഒഴിച്ച് അതിലിട്ടു. എന്തായാലും നമ്മൾ ഹോം മെയ്ഡ് ഗ്യാസിലൂടെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര അർജൻറ്റ് ആയവർ ഇങ്ങനെയുള്ള ഗ്യാസൊക്കെ പരിസ്റ്റോക്കാണ്. അത്രയും സൂക്ഷിച്ച് വേണം ഒക്കെ ചെയ്യാൻ. കുട്ടികളാരും അനുകരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.